പ്രിയങ്ക ഗാന്ധിക്ക് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒരു വിയോജിപ്പുണ്ടോ? ഉണ്ട്. മീര ചോദിച്ചത് ഹമാസിന്റെ പ്രിയങ്കയുടെ സ്നേഹത്തെക്കുറിച്ചായിരിക്കാം. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഏകദേശം പ്രിയങ്ക ഗാന്ധി പറയുന്നത്, പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പോസ്റ്റ് വന്നത് 130ഓളം കുട്ടികൾ ഗാസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ മരണപ്പെട്ടു ഇസ്രായേലിൻ്റെ ആക്രമണത്തോടെ എന്നുള്ളൊരു എക്സിലൊരു പോസ്റ്റൊക്കെ പ്രിയങ്ക ഗാന്ധി ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ പ്രിയങ്കയുടെ ഹമാസ് സ്നേഹം വലിയ വിഷയമായി ചർച്ച ചെയ്തു തുടങ്ങിയ ആളുകൾ, കോൺഗ്രസ്സിലുള്ള പലരും പ്രിയങ്ക ഗാന്ധിയോട് ഇനി വാ തുറക്കരുത് ഇത്തരത്തിൽ സംസാരിക്കാൻ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ വോട്ട് ബാങ്കിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിൽ സംസാരിക്കരുത് എന്നുള്ള താക്കീത് നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി നമുക്കറിയാം. ഷെയ്ഖ് ഹസീനയെ അടിച്ചോടിച്ചു, അങ്ങനെ തന്നെ പറയണം. അടിച്ചോടിച്ചതിന് ശേഷം വന്ന യൂനസിൻ്റെ സർക്കാർ ഹിന്ദുക്കളെ അവിടെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു. 110ഉം 150ഉം വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത്, ഹിന്ദുക്കളാണ് ആക്രമിക്കപ്പെടുന്നത്. അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത പ്രിയങ്ക ഗാന്ധി, ഉറക്കം നടിച്ച പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളോട് എന്താണ് പ്രിയങ്കയ്ക്ക് ഇത്ര സ്നേഹമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളുടെ വോട്ട് വേണം, അല്ലാതെ അവരുടെ ജീവിത രീതി നേരെയാകണമെന്നോ അവരെ സഹായിക്കണമെന്നോ അവരുടെ സാമ്പത്തിക നില ഭദ്രപ്പെടുത്തൽ ഇതൊന്നുമല്ല പ്രിയങ്കയുടെ ലക്ഷ്യം. പ്രിയങ്ക ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് BJPയോട് ഒരു വിരോധമുണ്ട് എന്നിവർ വിശ്വസിക്കുന്നു. അത് വെറുതെയാണ്. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചാൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന മുസ്ലിങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയങ്കയുടെ ആ ധാരണ തന്നെ ആദ്യം തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് BJP വിരുദ്ധത ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. ഹമാസ് ഒരു വിശുദ്ധ ദേവാലയ പോലെയുള്ള ഒരു സംഘടനയല്ല. അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ഹമാസ് എന്ന് പറയുന്നത്. അതൊരു ഭീകര സംഘടനയാണ്. അതിൻ്റെ നേതാക്കളെ എല്ലാം തലയർത്തോണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഹമാസിന് വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് ലേശം ഉളുപ്പെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ പ്രിയങ്ക ഗാന്ധി എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മുഴുവൻ ഇപ്പോഴും യൂനസിൻ്റെ ഭരണത്തിൽ, ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ യൂനസിൻ്റെ ഭരണത്തിൽ ഹിന്ദുക്കൾ മുഴുവൻ വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരക്ഷരം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസോ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ പലസ്തീനിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് ഇത്ര വലിയ അടങ്ങാത്ത സ്നേഹം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഇട്ട പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ സിറിയയിലെ കാര്യവും. സിറിയയിലും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ അവിടെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് സിറിയയിൽ. ആ ആക്രമിക്കപ്പെടുന്ന സിറിയയെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കില്ല, എന്താ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയും കണ്ടാൽ പിടിക്കില്ല. ബംഗ്ലാദേശിനും വായ തുറന്നിട്ടില്ല പ്രിയങ്ക ഗാന്ധി. ഇല്ല, ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പോയപ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്, ഏകാധിപതികളുടെ അവസ്ഥ ഇതെന്നാണ് ഇവിടെ ഒരു ചാനലിരുന്ന് പറഞ്ഞത്. അതായത് നരേന്ദ്രമോദിയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രീണന രാഷ്ട്രീയമാണ്. അവർ വോട്ട് കിട്ടാൻ വേണ്ടി, ഒരു വോട്ടിന് വേണ്ടി പോലും ആരെയും തള്ളിപ്പറയാനും ആരെയും ഇല്ലാതാക്കാനും ആർക്ക് വേണ്ടിയും തിരിയാനും അവർക്കൊരു മടിയുമില്ല എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല, വയനാട്ടിൽ നിരവധി ഹിന്ദുക്കളുണ്ട്, നിരവധി ക്രിസ്ത്യാനികളുണ്ട്. ഇവർക്കൊക്കെ ഒരുമിച്ച് ചേർന്നാണ് പ്രിയങ്ക ഗാന്ധിക്ക് 3.5 ലക്ഷത്തോളം വോട്ട് വയനാടിൽ ലഭിച്ചത്. ആ പ്രിയങ്ക ഗാന്ധി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നല്ലവരായ മുസ്ലിങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഹമാസിന് അനുകൂലമായി സംസാരിക്കുന്നത്? ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാണ് ഹമാസിന് വേണ്ടി സംസാരിക്കുന്നത് എന്നുപോലും പലരും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ പോസ്റ്റിൽ തന്നെ ഏകദേശം 130ഓളം പലസ്തീനിലെ കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ കൊന്നു എന്നൊക്കെ പറയുന്നത് ഈ 2021 ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1200ഓളം ആളുകളെ ഇല്ലായ്മ ചെയ്തത് എന്നുള്ളത്. അതിനെതിരെ ഒരു വാക്ക് പലസ്തീനെതിരെ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി വാ തുറക്കാത്തത് എന്തുകൊണ്ടാണ്?
പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തരം രാഷ്ട്രീയ നിലപാടുകളാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് BJP പറയുന്നതിനെ പലരും അംഗീകരിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. രാജ്യത്തിനെതിരെ പോരാടണം, നിങ്ങൾ RSSനെതിരെയോ BJPക്കെതിരെയോ പോരാടണം, BJPയുടെ നയങ്ങളെ നിങ്ങൾ അംഗീകരിക്കരുത്, നമുക്ക് നല്ലൊരു സർക്കാർ വരണമെങ്കിൽ കോൺഗ്രസ് തന്നെ ഇവിടെ ഭരിക്കണം എന്ന് പറയേണ്ട രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പോരാടണം. വിവിധ രാജ്യങ്ങളിൽ ചെന്നിരുന്ന ഇന്ത്യയെ ഏറ്റവും മോശമായി ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതുപോലെ തന്നെയാണ് പ്രിയങ്കയും. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് മത്സരിപ്പിച്ചത്. വയനാട്ടുകാർക്ക് കോൺഗ്രസിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് പ്രിയങ്കയെ കൊണ്ട് നിർത്തിയത്. പ്രിയങ്ക ജയിച്ചു, 3.5 ലക്ഷം വോട്ടിൽ പരം വിജയിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ കന്നി പ്രസംഗത്തിൽ തന്നെ സ്വന്തം പാർട്ടിയെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടാണ് പ്രിയങ്കയുടെ കന്നി പ്രസംഗം തന്നെ ആരംഭിച്ചത്. അപ്പോൾ വിവരമില്ലായ്മ അനിയന്റെയും ചേച്ചിയുടെയും ഒക്കെ ഒരു വലിയ മുഖമുദ്രയാണ്. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നിവർക്ക് അറിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ ഹമാസാണ് ഞങ്ങളുടെ ഉയിർ, ഹമാസാണ് ഞങ്ങളുടെ ജീവൻ, ഹമാസ് ആളുകളെ തൊടുമ്പോൾ ഞങ്ങൾക്ക് വേദനിക്കും, ഹമാസുകാരെ തൊടുമ്പോൾ ഞങ്ങൾക്ക് വേദനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹമാസിന് വേണ്ടി ഈ അലമുറയിട്ട് നിലവിളിക്കുന്നത്, ഹമാസിനെ തൊട്ടാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാകില്ല, ഇവിടെ നിന്ന് വേണമെങ്കിൽ ബോംബ് പ്രിയങ്ക രാഹുലും ചേർന്ന് പിന്നെ ഇസ്രായേലിലേക്ക് ഇടും, കാരണം ഹമാസിനെയല്ലേ തൊട്ടത്. അപ്പൊ അതാണ് മീര ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് ചിന്തിക്കും. പലസ്തീനിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവന് അത് വിലയുണ്ട്. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ, കുട്ടികളുടെയും വലിയവരുടെയും മുതിർന്നവരുടെ ആരുടെയായാലും ജീവന് വിലയുണ്ട്. പിന്നെ ഗാസയിലെ അവർക്ക് ആഹാരമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, ആരോഗ്യ മേഖലയിൽ സൗകര്യങ്ങളില്ല, അതിനും വേദനപ്പെടണം. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകളും പിന്നെ വേദനിക്കുമ്പോഴും മരണപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും നിങ്ങൾ വേദനിച്ചാൽ, നിങ്ങൾ അതിൽ അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം ഈ രാജ്യം മുഴുവൻ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ അതല്ല പറയുന്നത്. നിങ്ങൾക്ക് മുസ്ലിം സ്നേഹവും ഹിന്ദുവും ക്രിസ്ത്യ വിരോധവുമാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രിയങ്ക ഉൾപ്പെടുന്ന കോൺഗ്രസ് രാജ്യത്ത് മുക്തമാകാൻ പോകുന്നു എന്നത് ഏറ്റവും വലിയ തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. എല്ലായിടവും വട്ടപൂജ്യമായി മാറുന്നത് ഇവരുടെയൊക്കെ ഈ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ്.